ചിലത് ഡീൽ ചെയ്യാൻ പറ്റില്ല, ചിലത് വല്ലാതെ ആൻസൈറ്റി ഉണ്ടാവും. അപ്പോൾ കുറേ നേരം ഇരുന്ന് കുത്തിയിരുന്ന് കരയും. അത് കഴിഞ്ഞ് പിന്നെ കണ്ണുകൊടുത്ത് അടുത്ത പരിപാടിക്ക് പോകും. കാരണം ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമയിലൊക്കെ എനിക്ക് ഫ്രണ്ടിലെ 4 പല്ല് വേണ്ട, ഞാൻ നായികയാണെന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കില്ല. എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല. എൻ്റെ അടുത്തൊന്നും ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ല. അതാ സത്യമായിട്ടും. കാരണം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുശേഷം ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണല്ലോ. ഇപ്പം മറ്റേ ചെറുതായിട്ട് വെണ്ടക്ക നടുക, തക്കാളി നടുക, എന്നിട്ട് ഇത് പൂവിട്ടാലും ഭയങ്കര എക്സൈറ്റഡ് ആവുക, അങ്ങനെയൊക്കെയാണ് ഇപ്പം. പ്രായമായതിനാണോ അറിയില്ല. നിഖിലയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ് ബേസിൽ കോംബോയിൽ വരുന്നു എന്നൊക്കെ പല ഫാക്ടേഴ്സ് കൊണ്ടും ആ സിനിമ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനുള്ള സിനിമയാണ്. ഒപ്പം ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസ് വരുന്നു, പിന്നെ ഒരു ജാതി ജാതകം വരുന്നു, കഥ ഇന്ന് വരെ കഥ ഇന്ന് വരെ വരുന്നു, നുണക്കുഴി വരുന്നുണ്ട്. നുണക്കുഴി വരുന്നുണ്ട്. എല്ലാ കുറേ മെയിൻ സ്ട്രീം സിനിമകളുടെ ചെറിയ 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 രീതിയിൽ എങ്കിലും എനിക്ക് ഈ പറയുന്ന മെയിൻ സ്ട്രീം സിനിമകളൊക്കെ എനിക്ക് പരിചയമുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകളാണ്. ഇപ്പം ഒരു ജാതി ജാതകമാണെങ്കിലും അരവിന്ദൻ നദികളുടെ ടീമാണ് ചെയ്യുന്നത്. അപ്പം എനിക്കതിനകത്ത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ഗസ്റ്റ് റോൾ കൈൻഡ് ഓഫ് റോളാണ്. അപ്പം അത് ആ സിനിമയുടെ പാർട്ടാവുക എന്ന് പറയുന്നതാണ് ഒരു സന്തോഷം. അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നുണക്കുഴി ജിത്തു ചേട്ടൻ്റെ സിനിമയാണ്. എന്നെ വിളിച്ചിട്ട് ഒരു 2 ദിവസത്തെ പരിപാടി ഉണ്ട്, വന്നിട്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ചെയ്യുന്ന പരിപാടി നല്ലതാണ് അല്ലേ? ചെയ്യുന്ന ചെറിയ പരിപാടി, ചെറിയ റോളുകളാണെങ്കിലും ആ റോളുകൾ നല്ലതാണ്. പക്ഷെ ചെറുതാണ് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു ഗുരുവായൂരമ്പല നടയിൽക്കൊരു ബ്രേക്ക് വന്നല്ലോ, പുള്ളിയുടെ കാലിന് വയ്യാതായിട്ട്. അപ്പോൾ ആ ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ ഈ ചെയ്തിരിക്കുന്ന മറ്റേ കുഞ്ഞു സിനിമകളാണ്. അതായത് ബൾക്കായിട്ടൊരു ഡേറ്റ് കൊടുക്കാൻ ഉണ്ടാവില്ല. അവർ 7 ദിവസം 10 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന സിനിമകൾ എന്നുള്ള പോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ അങ്ങനെ വന്നു, കുറേ എണ്ണം വേണ്ടാന്ന് പറഞ്ഞു. കുറേ പറഞ്ഞ പോലെ പരിചയമുള്ളത് കൊണ്ടും അവരുടെ അടുത്ത് നമുക്ക് നോ പറയാനുള്ള സ്പേസോ അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു സന്തോഷമാണെന്നുള്ളത് കൊണ്ടും 18+ മുതൽ ഇങ്ങോട്ട് കുറേ ഗസ്ട്രോളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം എനിക്ക് തോന്നുന്നു ഗസ്ട്രോൾ സ്റ്റാറാണ് ഞാൻ. എനിക്കത് നുണക്കുഴിയുണ്ട്, ജാതി ജാതകമുണ്ട്, 18+ ഉണ്ടായിരുന്നു. കഥ ഇന്ന് വരെ 4 കഥകളാണ്. അങ്ങനെ അപ്പം എല്ലാം അങ്ങനെ. ഗെറ്റ് സെറ്റ് ബേബി ആക്ച്വലി സാധാ എപ്പോഴും ഉള്ള പോലത്തെ ഒരു ഹീറോയിൻ റോൾ പരിപാടിയാണ്. അങ്ങനെ കുറേ ഇങ്ങനെ അല്ലാതെ വരുമ്പോഴും കുറേ ഇങ്ങനെ ഒരു 2 ദിവസത്തെ പരിപാടി ഉണ്ടുമ്പോൾ ഞാൻ പറയില്ല, ഇനി കുറച്ച് നാളത്തേക്കില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങി. കാരണം എനിക്കും ഈ 2 ദിവസം ചില ദിവസം മറ്റേ സിനിമാക്കാർക്കൊരു പ്രശ്നമുണ്ടല്ലോ, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങനെയെങ്കിലും അത് തീർന്നാൽ മതി എന്ന് വിചാരിക്കും. തീർന്നു കഴിഞ്ഞാൽ 2 ദിവസം വെറുതെ ഇരുന്ന് അയ്യോ അടുത്ത പടലില്ലോ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുമല്ലോ. അപ്പോൾ ആ വരുന്ന സമയത്ത് ഓക്കെ 2 ദിവസം പോയി പ്രൊഡക്ഷൻ ഫുഡൊക്കെ കഴിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ചെയ്ത ചില സിനിമകളും ഉണ്ട്. ഈ അരവിന്ദന്റെ അതിഥികളും ഞാൻ പ്രകാശനും അല്ലേ, ആ സിനിമകളുടെ ഒരു സ്ക്രീൻ സ്പേസിൽ, പിന്നെ ജോ ആൻഡ് ജോ, ഈ 3 സിനിമകളുടെ ഒരു സ്ക്രീൻ സ്പേസിൽ പിന്നെ സിനിമകൾ പ്രീസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ചെയ്തിട്ടില്ല. സിനിമ ചെയ്യാനിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, കുറെ സിനിമകൾ മാറിപ്പോയി. പോർതൊഴിൽ ചെയ്തു. താരം ചെയ്യാനുണ്ടായിരുന്നു, താരം നടന്നില്ല. അപ്പം അത് ഒരു വലിയ ഗ്യാപ്പായിരുന്നു. ആക്ച്വലി താരത്തിന് വേണ്ടിയിട്ട് കുറെ നാള് പോയി. മെയിൻ ലീഡായിരുന്നു. അപ്പം അതൊരു വലിയ ഗ്യാപ്പായിരുന്നു, അത് പോയി. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഗ്യാപ്പ് വന്നു. അപ്പം ഗ്യാപ്പ് വന്നപ്പോൾ ആക്ച്വലി നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പം അല്ല, കാരണം ഇത് നടക്കുമായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടല്ലോ, എക്സ്പെക്ടേഷനിൽ. ഈ 2 ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിലും താരവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഗുരുവായൂരമ്പല നടയിൽ ബ്രേക്ക് വന്നു. അപ്പോൾ പിന്നെ ഒരു 6 മാസം ബ്രേക്ക് വന്നു. അപ്പോൾ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് വേറെ വലിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമ്മിറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം എപ്പം ശരിയാവും എങ്ങനെയാണെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ചെറിയതായിട്ട് ചെയ്തു, അങ്ങനെ തുടങ്ങി. പിന്നെ അങ്ങനെ കുറേ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ ഇപ്പം ഞാൻ ചെറുത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഇതെനിക്ക് വന്നു. അപ്പം വലിയ സിനിമകൾ ഓണായിട്ടില്ല, അതായിരുന്നു. അത് ഈ 2 ദിവസത്തേക്കും ചെറിയ ക്യാരക്ടറിനും ഒക്കെ പെട്ടെന്നൊരു ഡയറക്ടർ ഫോൺ എടുത്ത് നിഖിലയെ വിളിക്കുന്നത്, അതൊരു തരത്തിൽ നിഖിലയെ അങ്ങനെ വിളിച്ചാൽ നിഖില വരും.
അല്ലെങ്കിൽ അങ്ങനെ ഒരു കംഫർട്ട് സ്പേസ് ഉള്ളത് കൊണ്ടും നിഖിലയ്ക്ക് അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ കംഫർട്ട് സ്പേസ് ഉള്ളത് കൊണ്ട് ഉണ്ട്. കാരണം അവർ വിളിച്ചാൽ ഞാൻ വരും എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് വിളിക്കുന്നവരുണ്ട്. പിന്നെ ചിലത് ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും, പുതിയൊരാൾ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്ന റോളുകളാണെങ്കിലും ആ സിനിമയിൽ ചിലപ്പോൾ അത് രസം ഉണ്ടാവും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലാത്ത സിനിമകളാണെങ്കിൽ, ഇപ്പോൾ വലിയ റോളാണെങ്കിലും ഞാൻ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ചെറിയ റോളുകൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. എനിക്ക് സിനിമ ചെയ്യാൻ ബേസിക്കലി ഇഷ്ടമാണ്. അതിപ്പോൾ ഞാൻ ചെറുതാണോ വലുതാണോ ഒരുപാട് ഒരു സമയത്ത് ഒരുപാടൊന്നും ചെറുത് വന്നു കഴിയുമ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. എക്സ്പീരിയൻസ് ഒരുപാട് കൂടുതലാണ്. ഇപ്പം എണ്ണം പറയാൻ ഒരുപാട് സിനിമയാവൂലേ. അപ്പം അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഈ നമ്മൾ പെർഫോം ചെയ്യും എന്നറിയുന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്നതും ഉണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പെർഫോം ചെയ്യണമെന്നാണ് നിങ്ങൾ വിളിക്കണുണ്ട്, നിങ്ങൾക്ക് എന്താ വലിയ റോളിൽ വിളിച്ചാ എന്ന് പറയാറുമുണ്ട്. അപ്പം അവർക്കും വിളിക്കാൻ പറ്റുന്ന ഒരു ആളാണെന്നുള്ളതുകൊണ്ടായിരിക്കില്ലേ ചിലപ്പോൾ വിളിക്കേണ്ടത്. ആ ഒരു അങ്ങനെ ഒരു നമുക്കൊരു ആലോചന ഉണ്ടാവുമല്ലോ, അത് ഇനി അങ്ങനെ സിനിമകൾ വരുന്നില്ലല്ലോ, പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ലല്ലോ. എനിക്ക് വരാതെ ഇല്ല, ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഓണാവാത്തതിന്റെ ഓണാവാതിരിക്കുന്ന സ്പേസ് ഉണ്ടാവും. ഇപ്പം താരം ആണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അത് സിനിമ ഓണായിട്ട് പിന്നെ അത് വർക്ക് ആവുന്നില്ല. അങ്ങനെയുള്ള സ്റ്റേജസിൽ ഒന്നാമത് നമുക്ക് ക്യാരക്ടർ നമ്മളൊരു സ്പേസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്? അങ്ങനെ ഫേസ് ചെയ്യാൻ വേറെ വഴിയൊന്നും ഇല്ല. അതാ സത്യമായിട്ടും. കാരണം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുശേഷം ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണല്ലോ. നമ്മളൊരു കഥ കേട്ട് ആ സിനിമ കമ്മിറ്റ് ചെയ്ത് അതിന് അഡ്വാൻസ് ഒക്കെ മേടിച്ച് സിനിമയുടെ ഷൂട്ട് ആകുമ്പോൾ തന്നെ ഒരു 1.5-2 മാസം ആവും. പിന്നെ ചിലപ്പോൾ ഷൂട്ട് 2-3 മാസം ഉണ്ടാവും. അപ്പം ഈ സമയത്ത് നമ്മൾ എന്ത് വിചാരിക്കും, ഓക്കെ 3 മാസം കഴിയുമ്പോൾ ഈ സിനിമ ഉണ്ട് എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ആ സമയം ഓക്യുപ്പൈഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പോലെ ചിലപ്പോൾ ആ സിനിമ നടക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരില്ല. എൻ്റെ അടുത്ത് മറ്റേ ഇവർ പറയായിരുന്നു, മറ്റേ 18+ ഒക്കെ സമയത്ത് പറയായിരുന്നു, മറ്റേ താരം ക്ലാപ്പ് അടിച്ചത് ഞാനാണ്. ആദ്യമായിട്ട് ഞാനോട് ക്ലാപ്പ് അടിക്കണം. അപ്പം പറയും നീ ക്ലാപ്പ് അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ എപ്പോഴും കളിയാക്കായിരുന്നു. ജോയിൻ്റെ ആൾക്കാരൊക്കെ എപ്പോഴും കളിയാക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ രവീശേട്ടൻ സിനിമ ചെയ്തപ്പോൾ ഞാൻ പോയി നീ തന്നെ ക്ലാപ്പ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും സംഘമായിട്ട് പോയിട്ട് ക്ലാപ്പ് അടിച്ചിട്ട് ഞാൻ പറയാം സിനിമ ഇറങ്ങുമല്ലോ അല്ലേ എന്ന്. രവീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയിൻ്റെ അസോസിയേറ്റ് ചെയ്ത സിനിമയുണ്ട്, സമാധാന പുസ്തകം എന്ന് പറഞ്ഞിട്ട്. അത് റിലീസിന് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അതിപ്പോ ഒരുപാട് നാൾ ഷൂട്ട് ആകുമ്പോഴത്തേക്കും അവർ പറയും അപ്പോഴേ ഞങ്ങൾ പറഞ്ഞ ക്ലാപ്പ് അടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചുറ്റിലുമുള്ള സാധനങ്ങൾ ഞാൻ അങ്ങോട്ട് ഫണ്ണായിട്ട് എടുക്കും. കുറേ കാര്യങ്ങൾ ചിലത് ഡീൽ ചെയ്യാൻ പറ്റില്ല, ചിലത് വല്ലാതെ ആൻസൈറ്റി ഉണ്ടാവും. അപ്പോൾ കുറേ നേരം ഇരുന്ന് കുത്തിയിരുന്ന് കരയും. അത് കഴിഞ്ഞ് പിന്നെ കണ്ണുപിടിച്ചടുത്ത പരിപാടിക്ക് പോകും. കാരണം ജീവിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് നമുക്ക് നാളേക്ക് എന്തെങ്കിലും നോക്കി കാണാനുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ജീവിക്കാൻ, കുഴപ്പമില്ല. പെട്ടെന്ന് അത് ഇല്ലാണ്ടായി കഴിയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ നല്ല ആൻസൈറ്റി ഉണ്ടാവാറുണ്ട്, നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഭയങ്കരമായിട്ട് പാനിക് ആവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇപ്പുറത്ത് പാനിക് ആകുമ്പോൾ അപ്പുറത്ത് അതിലും വലിയ പ്രശ്നങ്ങൾ നടക്കണം. അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരും. അപ്പം ഇവിടുന്ന് എൻ്റെ കണ്ണൊക്കെ തുടച്ചിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞതുപോലെ പല ഇത് ഉണ്ടാവാറുണ്ട്. അപ്പം അത് ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ പോയിരിക്കേണ്ടി വരും. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ചെല്ലേണ്ടി വരും. അങ്ങനെ വേറെ ഏതൊക്കെയോ തരത്തിൽ ഒക്യുപ്പൈഡ് ആയിരിക്കും. പക്ഷെ സിനിമ ഇല്ല എന്ന് പറയുന്നത് വലിയൊരു എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പ്രതിസന്ധിയാണ്. അത് ഉണ്ടാവാറുണ്ട്. അതിപ്പോ എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഡീൽ ചെയ്യും. ഇന്നിപ്പോ ചിലപ്പോൾ നാളെ പറ്റിയൊരു സിനിമ വെച്ച് ആലോചിക്കുന്നുണ്ടെന്നെങ്കിലും വിചാരിക്കാം. കുറച്ച് നാൾ കഴിയുമ്പം ഇതും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പം ഇതൊക്കെ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അപ്പഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാതിരിക്കും പറഞ്ഞു വിചാരിച്ചു. തുടക്കത്തിൽ തന്നെ നിഖില അതിന് കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര, അതായത് ഞാൻ ആദ്യം മുതലേ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ആദ്യമേ ഞാനിത് പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്കൊരു മറ്റേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കല്ലോ ഓക്കെ കുറെ ചില സമയത്ത് ഈ ഡേറ്റ് ഇഷ്യൂ ഒക്കെ കാരണം ചില സിനിമകൾ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പം ഒരു സമയത്ത് 4 സിനിമകളൊക്കെ ഒരുമിച്ച് വരും. എന്നിട്ട് മറ്റേ ഈ 4 സിനിമകളും കൂടെ നമ്മൾ എങ്ങോട്ട് ഭയങ്കര അപ്പം നമ്മൾ വിചാരിക്കും കേരളത്തിൽ ഇത്രയും തിരക്കുള്ള വേറെ ഒരാളുണ്ടാവില്ല അങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു 4 ദിവസം കഴിയുമ്പോൾ 4 സിനിമ 4 വഴിക്കും അത് 4 നടക്കണ്ടാവില്ല. അപ്പൊ പക്ഷെ മിനിഞ്ഞാന്ന് വരെ അതിന്റെ പേരിലായിരുന്നു ടെൻഷൻ അടിച്ചത്. ഇപ്പൊ ഇല്ല എന്നുള്ളതിന്റെ പേരിലായിരിക്കും ടെൻഷൻ അടി. ഇതിങ്ങനെ മാറി 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 വരും. അത് ഈ മാറി മാറി വരുമ്പോഴേ ഇപ്പൊ നിഖില ഒരു ലുക്കിൽ ചേഞ്ച് ആയിട്ട് ഒരു സിനിമകൾ വേറെ അങ്ങനെ നമ്മൾ ചെയ്തില്ല. അത് പൊതുവെ ആക്ടേഴ്സിന് ലുക്കിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പം അവരുടെ ക്യാരക്ടറും മൊത്തത്തിൽ അതൊന്ന് മാറും.
ഒരു വലിയ പ്രശ്നമുണ്ട് സിനിമയ്ക്ക്. അതായത് ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്ക് ഈ ലുക്ക് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു മെയിൽ ആക്ടറിന് അവർക്ക് വരുന്ന ക്യാരക്ടർ പ്രൊമനൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ട്. ഫീമെയിൽ ആൾക്കാർ എപ്പോഴും മറ്റേ ഒരു ഈ പറയുന്ന ലവർ ക്യാരക്ടർ ആയിരിക്കും മോസ്റ്റ്ലി. അതായത് ഈ നായകന്റെ പാർട്ട്ണർ എന്നുള്ളതായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു സിനിമ നാളെ എനിക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ഞാൻ ക്ലിപ്പിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കണം, കണ്ണട വെച്ചൊരു സിനിമയിൽ അഭിനയിക്കും, മൂക്ക് കുത്തണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പലതും വിചാരിക്കാറുണ്ട്. പക്ഷെ ആ സിനിമയ്ക്ക് ചിലപ്പോൾ അത് വേണ്ടി വരില്ല. അപ്പൊ അവരത് ശരിയാവില്ല, നമ്മുടെ സിനിമയ്ക്ക് അത് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെൻ്റെ അടുത്ത് വരുന്നതെന്നുള്ളതും ഉണ്ടാവും. ചില ആൾക്കാർക്ക് നമുക്കിതൊന്ന് ലുക്ക് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന സിനിമകൾ ചിലപ്പോൾ കഥ വർക്ക് ആവുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് നടക്കാതെ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഇപ്പം പേരിലൂർ ചെയ്യുന്ന സമയത്ത് കുട്ടേട്ടൻ ഇതിന്റെ ഒരു പ്രോ ആണ് ഈ ലുക്ക് പിടിക്കുന്ന കാര്യത്തിൽ. പൂക്കാലം വിജയരാഘവൻ ചേട്ടൻ, കുട്ടേട്ടൻ മറ്റേ പൂക്കാലത്തിലുള്ള ലുക്കല്ല ഇതിൽ പിടിച്ചിരിക്കുന്നത്. പുള്ളി സ്വന്തമായിട്ട് പ്രോസ്തെറ്റിക് സാധനങ്ങൾ ഉണ്ടാക്കുക, പുള്ളിക്ക് വേറെ പുള്ളി ക്രിയേറ്റ് ചെയ്യുക, വിഗ് പുള്ളി ഉണ്ടാക്കുക. പുള്ളി ഇതിൽ ഭയങ്കര എക്സൈറ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമയിലൊക്കെ എനിക്ക് ഫ്രണ്ടിലെ 4 പല്ല് വേണ്ട, ഞാൻ നായികയാണെന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ പുള്ളി മറ്റേ വേറെ 4 പല്ല് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് അറിയില്ല അങ്ങനെ സിനിമയിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. മാക്സിമം സിനിമയിൽ ഒരു നായികയ്ക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഹെയർ അടിക്കുക, അല്ലെങ്കിൽ ലോങ് ഹെയർ വെക്കുക. പിന്നെ തമിഴിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കറുപ്പിക്കുക, വെളുപ്പിക്കുക എന്നുള്ള സ്പേസിൽ നിന്നല്ലാതെ മറ്റേ വലിയ അങ്ങനത്തെ പരിപാടികൾ മാറ്റങ്ങൾ വരാറില്ല. അത് നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ നമ്മൾ ഭയങ്കര നാടനായിട്ട് തോന്നിപ്പിക്കുക, മോഡേണായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ പല്ലെടുത്ത് കളയുക, പല്ല് വെക്കുക, ഒരു എക്സ്ട്രാ 2 പല്ല് വെക്കുക, മറ്റേ കണ്ണ് മറ്റേ സോഡാ കുപ്പി കണ്ണട വെക്കുക, ഇതൊന്നും നമുക്ക് പോസിബിൾ അല്ല. നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇവിടെ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയി വീട്ടിലിരിക്കുക എന്നുള്ളതല്ലാതെ ഈ സിനിമയുടെ ടീമുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി നിരന്തരം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും, വേറെ ഡിസ്കഷൻസ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഓർഗാനിക്കലി അങ്ങനെ ഉണ്ടാവുന്ന ഒരാളാണ് തോന്നുന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെ ഈ കീപ്പ് ഇൻ ടച്ചിലിരിക്കുക എല്ലാവരുമായിട്ടും. ഞാൻ കീപ്പ് ഇൻ ടച്ചിലിരിക്കാൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതായത് എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞ ഒരു സ്പേസ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇവർ അവൈലബിൾ ആണ്, എപ്പോഴും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവരെപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാലോ ഇതിലൊന്നും കിട്ടില്ല എന്നുള്ളത് ആൾക്കാർക്കുണ്ട്. ഞാൻ ഫോണൊക്കെ എടുക്കുന്നത് അത്ഭുതമായിട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം ഞാൻ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ പരാതിയുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ഒരു സ്പേസിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ ചോദിച്ചു വന്നത് ഈ നമ്മുടെ ഈ ഇൻസെക്യൂരിറ്റീസിനെ ഓവർകം ചെയ്യുന്നതിൽ ഇത്തരം ബന്ധങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹെൽപ്പ് ചെയ്യുന്നത് പോലത്തെ ഇപ്പം ഞാൻ അതുപോലെ ഒരാളാണ്. എന്നോടൊരാൾ വന്നിട്ട് ഇതിപ്പം മോശമായി പോയോ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മറ്റേ അവരെ അപ്പം ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ല കുഴപ്പമില്ല, അത് മോശമായിട്ടൊന്നുമില്ല, അത് ഓക്കെ ആണെന്നൊന്നും ഞാൻ പറയില്ല. മോശമായിപ്പോയി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് പറയും ഭയങ്കര റിയാലിറ്റി ഹിറ്റ് തരും നീ, പക്ഷേ ഓക്കെ ആണ്, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അതാണെന്നുള്ളത്. പക്ഷെ അപ്പം ആരെങ്കിലും ഒരാൾ ആശ്വസിപ്പിച്ച് എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല. എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല. എൻ്റെ അടുത്തൊന്നും ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ട്. കാരണം ശരി ഇയാൾ കരയുന്ന ഇയാളെ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല. ആൾക്കാർക്ക് അപ്പം വേണ്ടുന്ന എന്താണോ കൊടുക്കേണ്ടത് അത് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പം ചിലത് ചെയ്തു കഴിഞ്ഞാൽ എക്സ്ട്രീമായി പോകുമെന്ന് എനിക്കറിയാത്തതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ആരെങ്കിലും വന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയും. എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്കറിയാലോ എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല എന്നുള്ളത് അറിയാലോ. എനിക്കറിയാം ചിലപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും ആ സമയത്ത്. ഞാനപ്പോൾ തന്നെ ചോദിക്കും വേറെ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, കാരണം എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല. എന്നെ വളരെ അടുത്ത ആൾക്കാർക്ക് അതറിയാം. എനിക്ക് അതേപോലെ തന്നെ റിയാലിറ്റി ചെക്ക് ഹിറ്റ് തരുന്ന ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ഒരു സിനിമ ഇപ്പം പ്രിവ്യൂ കണ്ടിട്ട് വന്നിട്ട് ഇത് ഭയങ്കര മോശമായി പോയി എന്ന് വിളിച്ച് പറയുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഭയങ്കര പൊട്ടയായിട്ടാണ് അഭിനയിച്ചത്, എന്താണ് നീ കാണിച്ചിരിക്കണതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ എനിക്കുണ്ടല്ലേ. നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചു, മറ്റു സിനിമ മോശമായി എന്നൊന്നും പറയില്ല, നീയും ഉഴപ്പിയാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവർ ഈ പറയുന്നത് പോലെ അപ്പം തരുന്നതൊരു ഹിറ്റാണെങ്കിൽ പോലും അത് എന്നെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര എക്സ്ട്രീം ആൾക്കാരുമായിട്ടൊന്നും വലിയ ബന്ധം ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ സർക്കിൾ ഭയങ്കര രസമുള്ള സിനിമാക്കാരായിരിക്കാം, ഈ പറയുന്ന പോലെ സെൽഫിഷ് ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷെ
സംസാരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്കൊരു കംഫർട്ട് തരുന്ന അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു എനർജി തരുന്ന, ഇപ്പം ഈ ഗ്രീനറി ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കണക്ഷൻ ഉള്ള കാര്യം. അതുപോലെ എന്തെങ്കിലും ഒരു തിങ് ഉണ്ടോ? എനിക്കോ? എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നപ്പോൾ ഞാൻ 2 ചെടി നടുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക. എനിക്ക് പ്ലാന്റ്സിനോട് വല്ലാത്തൊരു ഇതുള്ള ഒരാളാണ്. എനിക്കത് ഒരു അതിലൊരു പുതിയ ഇല വരുന്നത്, പുതിയ പൂ വരുന്നതൊക്കെ അതെന്നെ ഭയങ്കര അത് എപ്പോൾ മുതലാണെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് ബോട്ടണിയാണ്, പക്ഷെ അന്നൊന്നും എനിക്ക് അത്രയും ഇതുണ്ടായിരുന്നില്ല. വീട്ടിൽ മറ്റേ കൃഷിയൊക്കെ നടത്താൻ ഞാൻ ചീത്ത പറയുന്നത്, എന്തിനാണ് ഇവർ ഈ കൃഷി മുഴുവൻ നടത്തുന്നത്, എല്ലാം ചെടി വെച്ചൂടെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് പ്ലാന്റ്സിനോട് ഭയങ്കര, ഇപ്പം മറ്റേ ചെറുതായിട്ട് വെണ്ടക്ക നടുക, തക്കാളി നടുക, എന്നിട്ട് ഇത് പൂവിട്ടാലും ഭയങ്കര എക്സൈറ്റഡ് ആവും. അങ്ങനെയൊക്കെയാണ് ഇപ്പം. പ്രായമായതിനാണോ അറിയില്ല, പക്ഷെ ഇപ്പം ഭയങ്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത്തിരി എനിക്കത് ഭയങ്കര ഒരു ചെടി വെച്ച് ഒരു വിഷമമൊക്കെ വരുമ്പോൾ ആ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അത് 2 ദിവസം കഴിയുമ്പോൾ അതായത് ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും എൻ്റെ വീട്ടിലെ പ്ലാന്റ്സ് 4 ദിവസത്തിൽ വെള്ളം ഒഴിക്കാൻ ആരില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആൾക്കാരെ കേൾപ്പിച്ചിട്ട് ചിലപ്പോൾ പോവും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ 4 ദിവസത്തിൽ തിരിച്ചു വരാൻ നോക്കും. കാരണം 4 ദിവസത്തിൽ എത്ര ദിവസത്തിൽ കഴിഞ്ഞാൽ ഒരു ദിവസം ബ്രേക്ക് കിട്ടും, അതൊന്ന് പോയി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വരാൻ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ഇതെനിക്കാ? താങ്ക്സ്. താങ്ക് യു. എനിക്ക് ഭയങ്കര കണക്ഷൻ ഉള്ള ഒരു സാധനമാണ് പ്ലാന്റ്സ്. വിഷം വരുമ്പോൾ ഉപയോഗിക്കാം. അതെ. ഇനി ഇതിന് വെച്ച് വെള്ളം കഴിച്ചിട്ട് ഇനി ഇത് കരിഞ്ഞൊക്കെ പോയി എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. താങ്ക് യു. ഇതെന്താ? ബോണ്ടിയ. ഓഹോ, സ്നാക്ക് കാഷ്യൂസ് ആണ്. ഫ്ലേവർഡ് കാഷ്യൂസ്, ആൽമണ്ട്സ്. നൈസ്. കൊള്ളാം. അപ്പോൾ എന്താ ഒരു ടേക്ക് അവേ? എന്തിന്റെ ഒരു ടേക്ക് അവേ ഉണ്ട്? അപ്പം ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ മാത്രമല്ല, ഇപ്പം നിഖില എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു പുറത്ത് ഞാൻ തന്നെ ഈ ഏരിയ ഒക്കെ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. ഇപ്പം ഇപ്പം ഗുരുവായൂരമ്പല നടയിൽ മാത്രം എടുത്താൽ തന്നെ ആ ഒരു സെറ്റിൽ, ഒരു പ്രൊഡക്ഷൻ്റെ ഏരിയയിൽ ബാക്കിയുള്ളവരുടെ ഈ എമ്പതി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വെച്ചിട്ടൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത ഒരു ഏരിയയെ പറ്റി ഇത് മൊത്തത്തിൽ ഒരു ടേക്ക് എന്താണ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരു ആർട്ടിസ്റ്റ് ലൈഫ് ലീഡ് ചെയ്തപ്പോൾ? ഞാൻ ഭയങ്കര ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെയാണ്. എനിക്ക് ചിലപ്പോൾ ഒരു വലിയ ഒരു ഗ്രൂപ്പിനെ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവരെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു കേപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കില്ല ചിലപ്പോൾ ഞാൻ. പക്ഷേ ഞാനും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക്, എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഒരു 10 പേരാണെങ്കിൽ ആ 10 പേർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ആ 10 പേർക്ക് എന്താണോ ആ സമയത്ത് ആവശ്യം എന്നുള്ളത് മുന്നേ അത് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ആൾക്കാരെ, അതായത് അവർക്ക് എന്താണ് ആവശ്യം എന്ന് ചിലപ്പം ഞാൻ ചോദിക്കില്ല. എന്നോടൊരാൾ ചോദിക്കുന്നത് വരെ എനിക്ക് എന്താ ആവശ്യമുണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പം അത് എനിക്ക് ഒരു വന്നിട്ടുള്ളൊരു വലിയ മാറ്റമാണ്. ഞാൻ സിനിമയിൽ നിന്ന് പോയി കഴിഞ്ഞാലും സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നും ഞാൻ വിചാരിക്കാറുണ്ട്. അതായത് ഭയങ്കര ഇപ്പം എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും, അവർക്ക് ചിലപ്പോൾ ചില ഗ്രൂമിങ്ങുകൾ ആവശ്യം ഉണ്ടാവാം. ആക്ടേഴ്സ് ചിലപ്പോൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പം സിനിമയിൽ വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത സ്പേസ് ഉണ്ടാവും. ചിലർക്ക് സിനിമയിലേക്ക് ഒരുപാട് ആൾക്കാർ, ഇപ്പം നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവും, എൻ്റെ അടുത്ത്, നമ്മളൊക്കെ മീഡിയ റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുകയാണെന്ന് തന്നെ അറിയുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും കയ്യിൽ, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാവും കയ്യിൽ, പക്ഷെ ഇത് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതിനെ എങ്ങനെ ഒരു സ്ഥലത്തേക്ക് അവരെത്തിക്കാം, അല്ലെങ്കിൽ ആരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യണമെന്ന് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. ബേസിക്കലി ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഈ ഫെഫ്ക ആയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ അത് സിനിമയിലേക്ക് വരാനും പോകുന്ന ആൾക്കാർക്കും സിനിമയിലുള്ള ആൾക്കാർക്കുമൊക്കെ കുറേയും കൂടെ നോർമൽ ആൾക്കാരുമായിട്ടും സംസാരിക്കാനും അവരുടെ ഇൻപുട്സ് എടുക്കാനും. ബേസിക്കലി നമ്മുടെ ഇവിടെ സിനിമയിലെ ആൾക്കാർ പറയുന്നത്, സംവിധായകരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കഥയില്ല, നല്ല തിരക്കഥയില്ല, നല്ല തിരക്കഥാകൃത്തുക്കളില്ല, നല്ല കഥ എഴുതാനുള്ള ആൾക്കാരില്ല എന്നാണ് അധികം ആൾക്കാരും പറയാം. ചിലപ്പോൾ പുറത്തൊരുപാട് പേര് നല്ല കഥയുള്ളവരും നല്ല തിരക്കഥ ഉള്ളവരുണ്ടാവും, പക്ഷെ അവർക്ക് ആരുടെ അടുത്തേക്ക് എത്തണം, എങ്ങനെ അപ്രോച്ചബിൾ ആവണം എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പം അതിപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് ആരുടെ അടുത്തും പറയാൻ അറിയില്ല, ഞാൻ ആരുടെ അടുത്ത് കൊണ്ടെത്തിക്കും.
ഇത് പറയുന്ന ആൾക്കാർ നല്ല കഥയാണോ പറയണമെന്നില്ല. അപ്പം അതിനൊക്കെ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു മീഡിയം സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ഞാൻ അത് ഈ അസോസിയേഷൻ ത്രൂ എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടാവണം എന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം ചിലപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാനൊക്കെ ആഗ്രഹം. അതൊക്കെയാണ് എൻ്റെ ഒരു ഞാൻ ഇതിന്നൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകണം, അതൊക്കെ ഭാവിയിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. എപ്പോഴും സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. സിനിമ എനിക്ക് തന്നതാണെല്ലാം. എൻ്റെ ലൈഫിലുള്ള സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആൾക്കാരാണെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് ആൾക്കാരും പോസിറ്റീവ് ആൾക്കാരും ഒക്കെ ഞാൻ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പം അതൊക്കെ എന്നെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ചിലപ്പോൾ നാളെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത്രയും വലിയ ആളായിരിക്കില്ല ഞാൻ. അല്ലെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കണം എന്നുള്ള അങ്ങനെ ഒരു ലെജൻഡ് ആയിരിക്കില്ല ഒരിക്കലും ഞാൻ. മേ ബി അറിയില്ലായിരിക്കും. പക്ഷെ ആ ലെജൻഡ് സ്പേസിൽ നമ്മൾ കാണുന്ന ഒരുപാട് ലെജൻഡറി ആൾക്കാരെ കാണുന്നതാണല്ലോ നമ്മൾ സിനിമയിൽ. ആ ഒരു സ്പേസിൽ അവരുടെ അടുത്തേക്ക് പോലും ചിലപ്പോൾ നമ്മൾക്ക് അപ്രോച്ചബിൾ ആയിരിക്കില്ല. അപ്പം അതിലേക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ. അതാണ് ഞാൻ എടുത്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ഒപ്പം നല്ല ക്യാരക്ടേഴ്സും കിട്ടട്ടെ. അതെ, കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു.